ഇപ്പോൾ ഞാൻ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നിന്നും ശരണ്യ പൊയ്യേരി കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇൻഷ. യെസ്, എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ? പ്രത്യേകിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് LDF അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. UDF-ലാകട്ടെ മേയർ സ്ഥാനാർത്ഥിയെ അടക്കം കൊണ്ടുവന്ന് VM വിനുവിൻ്റെ പേര് കൊണ്ടുവന്ന് വോട്ടർ ലിസ്റ്റിൽ പോലും ഇല്ല, ലാസ്റ്റ് VM വിനു എന്ന് കാണിച്ച് വലിയ രീതിയിൽ നാണക്കെട്ട് പോകുന്ന നിലപാടുകളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ UDF കോഴിക്കോട് ജില്ലയിൽ പോയിരുന്നു. നിലവിൽ ഏത് രീതിയിലാണ് ഒരു പൊതുപ്രചാരണം? കാരണം ഇനി 8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്കാണ് കോഴിക്കോട് ഇലക്ഷൻ നടക്കുന്നത്. ഡിസംബർ 11-നാണ്, 2ാം ഘട്ടത്തിലാണ്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കോഴിക്കോടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉണ്ട്. എങ്കിൽ പോലും അവസാന ലാപ്പിൽ ഏത് രീതിയിലാണ് എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം? വിനിഷ, എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് LDF മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാന ഉദാഹരണം തന്നെയാണ് അവർ. കാരണം വോട്ടർമാരുടെ അടുത്തേക്ക് എത്തുന്നത് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവരുടെ വികസന രേഖ അടക്കം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രചരണത്തിലാണുള്ളത്. കുതിരവട്ടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്ത സിനിമാ നടൻ പപ്പുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുള്ളത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥി, കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ആതിര വൈശാഖിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളാണിപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആതിര സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി മാത്രമല്ല, വളരെ ചെറിയ പ്രായം തൊട്ട് ബാലസംഘത്തിലും അതുപോലെ തന്നെ SFIയിലൂടെയും എല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരികയും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് നമുക്കിപ്പോൾ തത്സമയം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആതിരയുടെ പ്രവർത്തനങ്ങൾ, ആതിരയ്ക്ക് കൃത്യമായ വികസന ലക്ഷ്യമുണ്ട്. നാടിന് എന്തൊക്കെ വികസനങ്ങൾ നൽകണമെന്ന കൃത്യമായ ബോധത്തോടു കൂടിയും ലക്ഷ്യത്തോടു കൂടിയും അതിൻ്റെ കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് ആതിര വോട്ടർമാർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കെന്തായാലും കുറച്ചും കൂടെ വിശദമായി തന്നെ ആതിരയോട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിലാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ആദ്യമായല്ല ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത ആതിരയ്ക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലസംഘം, SFI തുടങ്ങിയ സംഘടനകളിലൂടെ എല്ലാം തന്നെ പ്രവർത്തിച്ച ആ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ആതിര തൻ്റെ വോട്ടർമാർക്ക് മുന്നിൽ എത്തുന്നത്. ആതിര, നമസ്കാരം. അതിലാദ്യമായാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ വാർഡിലേക്ക് എത്തുമ്പോൾ, വോട്ടർമാർക്കിടയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വോട്ടർമാർ ആതിരയെ സ്വീകരിക്കുന്നത്? നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ജനങ്ങളെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം ഇപ്പം പ്രായമായിട്ടുള്ളവരായാലും മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതും, അതുപോലെ ഇപ്പോൾ ഞാനൊരു യുവതി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള രീതിയിലുള്ള നമ്മളെ യുവാക്കളെ കാണുമ്പോൾ സമയത്തുള്ള നല്ല പ്രതികരണമാണ്. അതുപോലെ നമ്മളെ നാട്ടിൽ 5 കൊല്ലം നടന്ന വികസന പ്രവർത്തനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവും പറയാനില്ലാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അത്രയും നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു വികസന രേഖ നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കൃത്യമായി എന്തൊക്കെ വാർഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കൈരളി ന്യൂസിന് വേണ്ടി ഒന്ന് പങ്കുവെക്കാം. ഞാനിപ്പം വിചാരിക്കുന്നത് യുവാക്കൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഒക്കെ പ്രാധാന്യം. അപ്പം അങ്ങനെ നമുക്ക് ഒരു ബിൽഡിങ്ങിൽ അങ്ങനെ ഒരു കോച്ചിങ് സൗകര്യം വെക്കണം എന്നുള്ളതാണ് ഒന്ന് ഞാൻ യുവാക്കൾക്ക് വേണ്ടി. പിന്നെ അതുപോലെ ഒരു കളിസ്ഥലങ്ങൾ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് യുവാക്കൾ. അപ്പോൾ അവർക്ക് ഉള്ളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കാണുമ്പോൾ പറയിച്ച് കൗൺസിലറായി കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കളിസ്ഥലം ഉണ്ടാക്കി തരണേന്ന് പറയും. അപ്പോൾ അതിനൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പകൽ വീട്, അതും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ വാർഡിൽ ഇപ്പോൾ ഒരു ബഡ്സ് സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് വേഗത്തിലാക്കാനുള്ള നടപടിയും കൂടെ എടുക്കുന്നതാണ്. പിന്നെ പൊതുവേ നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ നിലവിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഓൾറെഡി 5 കൊല്ലം കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനി വലിയ രീതിയിലൊരു ഊന്നൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറിയൊരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ചില ഭാഗങ്ങളിലുള്ളൊരു പ്രശ്നമുണ്ട്. അതും കൂടി പരിഹരിച്ചാൽ സെറ്റാണ്, ഒരു കുഴപ്പമില്ല നമ്മുടെ വാർഡിൽ. വിജയപ്രതീക്ഷ ഉറപ്പായിട്ടും വിജയപ്രതീക്ഷയാണ്. കാരണം അത്രയും അനുകൂലമായുള്ള സാഹചര്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ 100% വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്.
അതേ വിനിഷ, തീർച്ചയായും ആതിരയ്ക്ക് ഉറപ്പാണ് LDF ഈ വാർഡിൽ LDF വിജയിക്കും. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF നടത്തിയ പ്രവർത്തനങ്ങൾ അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഒരു കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികളൊക്കെ ആരോപണങ്ങളായി ഉയർന്നിട്ടുണ്ടായിരുന്നു മറ്റ് പാർട്ടികളിൽ നിന്നും. അതെല്ലാം മറികടക്കുന്ന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിരുന്നത്. ഇവർ ഇപ്പോൾ തന്നെ വീട് കയറും സ്ഥാനാർത്ഥി പര്യടനത്തിൽ തന്നെ ഇവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന രേഖ അടക്കമെടുത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF സർക്കാർ നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, അതുപോലെ തന്നെ കോർപ്പറേഷൻ നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, വാർഡിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള കൃത്യമായ തെളിവോടുകൂടി തന്നെയാണ് വോട്ടർമാർക്കിടയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ വിജയപ്രതീക്ഷയുമുണ്ട്. LDF വിജയിക്കും എന്ന് തന്നെയാണ് ആതിര അടക്കമുള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ഈ LDF സ്ഥാനാർത്ഥിയോടൊപ്പം പര്യടനത്തിന് ഇറങ്ങിയിട്ടുള്ള പാർട്ടി അടക്കം പറയുന്നത്. വിനിഷ, യെസ് ശരണ്യ, ആതിരയ്ക്ക് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ്. ഇടതുപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെല്ലാം നാട്ടിൽ വോട്ട് തേടുമ്പോൾ അവർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൺമുൻപിൽ കാണാമെന്നേ. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി എത്രത്തോളം വികസന പദ്ധതികളാണ് നമുക്ക് കൺമുൻപിൽ കാണാൻ കൊണ്ടുവരുന്നത്. കിഫ്ബി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ഇതാ കിഫ്ബി പണിഞ്ഞ കെട്ടിടമാണിത്. ഇത് കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രിയാണ്, സ്കൂളാണ്, റോഡാണ്, കെട്ടിടമാണ് എന്ന് പറഞ്ഞ് നമുക്ക് വിരലിൽ എണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ വന്നത്. 10 വർഷത്തിന് ശേഷം നാട്ടിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വന്തം നാട്ടിലിറങ്ങിയ ആ നാട്ടുകാരോട് തന്നെ ചോദിച്ചാൽ മതി. ഞങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അവരോടൊക്കെ സംസാരിക്കുന്നതിന് ശരിക്കും അതിനൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുവണ്ടി ബോട്ട് യാത്ര, വടക്കൻ ബോട്ട് യാത്രയാണെങ്കിൽ പോലും മനുവിൻ്റെ സ്റ്റോറികളിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. ഏറ്റവും നിഷ്കളങ്കരായ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാർ ഏത് രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ണ് നിറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റക്കാഴ്ചകളിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം അതിനൊപ്പം യാത്ര തുടരുന്നു.